രാവിലെ ഞാൻ പാമ്പാട്ടറും ഗീ തന്നെയാണ് കുടിച്ചത്. രാവിലെ എണീച്ചതും വെള്ളം കുടിക്കുന്നത് ഓവർ ഫുഡ് കഴിക്കുമ്പോൾ ബ്ലോട്ടിംഗ് കമ്മിയാകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആൽമണ്ട്സ് രാത്രി സോക്ക് ചെയ്തും ഡേറ്റ്സ് നോർമൽ ആയിട്ടുള്ളതും കഴിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് 3 എഗ്ഗും ദോശയും ചിക്കനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർനൂൺ ലഞ്ചിന് ബിരിയാണിയാണ് കഴിച്ചത്. അതിൻ്റെ കൂടെ ചിക്കനും എഗ്ഗും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോട്ടീനിന്. പിന്നെ ഒരു കരിക്കിന്റെ ജ്യൂസ് കുടിച്ചു. പിന്നെ വെള്ളം എങ്ങനെ പോയാലും മിനിമം 3 ലിറ്റർ കുടിക്കാൻ നോക്കുക ഒരു ദിവസം. അത് മിസ്സേ ആക്കാതിരിക്കുക. ഓക്കെ. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ പഴവും നെയ്യും കൂടി റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കഴിച്ചത്. നമ്മൾ നിറയെ കഴിക്കണേക്കാളും നമുക്ക് കുറച്ച് കഴിക്കുകയാണെങ്കിലും കലോറി കൂടുതലുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആവാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഭയങ്കരമായിട്ട് നമ്മുടെ വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. എനിക്ക് വെറുതെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഷേക്ക് ആക്കിയിട്ട് കുടിക്കലുള്ള. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഷേക്കിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ റെസിപ്പിയും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ ഇന്നും ഈവനിങ് ആണ് വർക്ക്ഔട്ട് ചെയ്ത് വീട്ടിൽ തന്നെയാണ് ചെയ്തത്. കുറച്ച് പുഷപ്സ് ചെയ്തു, അതേപോലെ തന്നെ സ്ക്വാട്ട്സ് ചെയ്തു. ഒരു 50 പുഷപ്പ് 50 സ്ക്വാട്ട്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പ്ലാങ്ക് ചെയ്തു. നമ്മുടെ ആപ്സിന് ഒരിക്കലും വർക്ക്ഔട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ. എങ്ങനെയെങ്കിലും ഗെയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് വയറ് മാത്രം ചാടും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ആപ്സും ചെറുതായിട്ട് ചെയ്തു പോവുക. വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്മൂത്തി കുടിച്ചു, ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തി. പിന്നെ നൈറ്റ് നെയ്യ് തടവിയിട്ടുള്ള ഗോതമ്പ് ദോശയും അതേപോലെ തന്നെ മഷ്റൂം കറിയായിരുന്നു. അതുകൂടി കഴിച്ചിട്ട് ആ ദിവസം വൈൻഡപ്പ് ചെയ്തു.